ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 വീക്കിലി എപ്പിസോഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിന്റെ റിവ്യൂ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദില നൂർ അനീഷ് വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നി ഞാനത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിട്ടായിരിക്കും നല്ലതെന്ന് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പിസോഡ്സും ലൈവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു കാര്യങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് ലാലേട്ടന്റെ സമക്ഷത്തിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവണം. കാരണം അത് അങ്ങനത്തെ ഒരു മാറ്ററാണ്. നമുക്കറിയാം ആദില നൂറ ലെസ്ബീൻസ് കപ്പിളാണ്. ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തില് ലെസ്ബീൻസ് കപ്പിളായിട്ടുള്ള ആദ്യത്തെ മത്സരാർത്ഥികളാണ് ആദില നൂറ. ഇതിനു മുന്ന് LGBTQയിൽ നിന്ന് നാദിറ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിയ സലീം വന്നിട്ടുണ്ട് അല്ലെ. ഇനി അങ്ങോട്ടേക്ക് വരും സീസൺസിലൊക്കെ ഇതുപോലെ LGBTQ എന്നുള്ള പല ആൾക്കാരെ നമ്മൾ കാണും. ഇവിടെ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കുറച്ച് നാളുകൾക്ക് മുന്നേ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നത്തെ ആ ഒരു വിഷ്വൽ കണ്ടപ്പോൾ അനീഷിനോട് ഭയങ്കര ദേഷ്യമാണ് വന്നത്. കാരണം അനീഷ് അവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അനീഷ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് സമർത്ഥിക്കാൻ നോക്കിയത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അനീഷ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയല്ല ചെയ്ത്, അവരോട് സംവാദത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിലൂടെ കണ്ടന്റ് ഉണ്ടാക്കാല്ലേ, അതിലൂടെ സ്ക്രീൻ സ്പേസ് കുറച്ചുകൂടി എടുക്കാം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനാണെന്ന് ഓൾറെഡി അനീഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോ നമുക്ക് ചിലപ്പോൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. അനീഷ് അത് സമർത്ഥിക്കാനാണ് നോക്കിയത്, അതായത് വാദിച്ച് സമർത്ഥിക്കാനാണ് നോക്കിയത്. ഒരിക്കലും അത് ഒരു അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ കേട്ട് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ചർച്ചയായിട്ട് എനിക്ക് തോന്നിയില്ല. അനീഷ് അത് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്, അവരുടെ വീട്ടുകാരെ ഒന്നിപ്പിക്കണം, മറ്റേതാണ് മറിച്ചത്. പക്ഷെ ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ള ഒരാൾക്ക് അയാളുടെ ഡ്യൂട്ടി കൊടുക്കുകയല്ല. എന്നെ കൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടോ അവർക്ക് എന്ത് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അനീഷ് അവിടെ എടുക്കേണ്ടിയിരുന്നത്. അവര് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം നമുക്കറിയാം കേരള സമൂഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം തന്നെ ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പക്വതയിലിട്ട് ഇപ്പോഴെത്തിയെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മുടെ വീട്ടിൽ ഒരു LGBTQയിലുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന LGBTQയിൽപ്പെട്ട ആൾക്കാരുടെ കമന്റ് ബോക്സ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം അവരെ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. 1% പേര് മാത്രമാണ് LGBTQ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള വ്യക്തികളെ മനുഷ്യരായിട്ട് അംഗീകരിക്കുന്നത്. ഇത് ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറയണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് എഴുതണം. അപ്പോ ഈ ആദില നൂറയുടെ വിഷയം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവര് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ആ നിമിഷം അവര് സ്ട്രഗിൾസ് ഒരുപാടുണ്ടാവും. ഒരിക്കലും ഒരു രാത്രി ഇറങ്ങിപ്പോയി എന്താ പറയാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തല്ല അവര്. അവരുടെ ലൈഫിനകത്ത് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും മറ്റൊരാളെ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, അവര് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലുകളുടെ അങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ടാവും, ഇല്ലേ? ആ ഒരു സിറ്റുവേഷനൊക്കെ അതിജീവിച്ച് മാന്യമായിട്ടുള്ള ജോലി എടുത്ത് രണ്ടുപേരും, ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ, റിലേറ്റീവ്സ് ആരും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അവരുടെ റിലേറ്റീവ്സിലുള്ള ആൾക്കാരൊക്കെ അവരെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്താ പറയുക സ്നേഹത്തണലുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഉറപ്പായിട്ടും ഇപ്പൊ അവരുടെ ആ ജോലി, അവർ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ പ്രൊഫഷനിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. അവർ ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും ഈ സമൂഹത്തിൽ പിടിച്ചേക്കുന്നത്. അവരിപ്പോ അതിന്റെ ആ ഒരു കോൺവെർസേഷന് ശേഷം എപ്പിസോഡ് കണ്ടിട്ട് പിന്നെയും അനീഷ അവരുടെ അടുത്ത് ചെന്ന് പലതും സമർത്ഥിക്കാൻ നോക്കുന്നത്. അവർ എബ്രോഡ് പോണ കാര്യം പറയുന്നുണ്ട്. എബ്രോഡ് പോകുന്നത് അവർക്ക് ജോലി എടുക്കണം, അവർക്ക് സെറ്റിൽഡ് ആവണം, അവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എബ്രോഡ് പോകാൻ പറയണത്. അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് സമർത്ഥിക്കാൻ വേണ്ടത്. ഇവിടെ നിന്ന് സമർത്ഥിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാവാനായിട്ടാണ് അവർ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത്. അതിലെന്ന് പറയുന്നോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് കിട്ടിയേക്കുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്.
3.5 കോടി അല്ലെങ്കിൽ 4 കോടി വരുന്ന ജനങ്ങളുടെ ഉള്ളിലോട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഈ 7 ദിവസം കൊണ്ട് അവർ അത്ര വലിയ രീതിയിനകത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിനകത്ത് അവർക്ക് പറയാനുള്ളതും ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ചും ഇതിന്റെ നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാക്കി ഒരു പ്ലാറ്റ്ഫോം മാറ്റണം. കാരണം ഇന്നും 1% ആൾക്കാർ മാത്രമാണ് ഇങ്ങനത്തെ LGBT അല്ലെങ്കിൽ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. ഇന്നും ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളെ കണ്ട നമ്മളടങ്ങുന്ന സമൂഹം അവരെന്താ വിളിക്കുക, അവരെ കുറിച്ച് എന്താ പറയാ? ഉറപ്പായിട്ടും നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിനകത്തുണ്ട്. അനീഷ് ശരിക്കും അവരെ പ്രവോക്ക് ചെയ്തത്. അനീഷിന്റെ എല്ലാ ഗെയിമും ഒരു പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് 100% വിയോജിപ്പുണ്ടായ ഒരു കാര്യം ഇതാണ്. അനീഷ ചെയ്തതിനോട് എനിക്ക് ഒരു തരത്തിനകത്തോട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യന്റെ ഇമോഷൻ, അത് അവൻ അനുഭവിച്ച പെയിനെ നോവിച്ചുകൊണ്ടിട്ട് അവിടെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഇല്ല. അതർവൈസ് അനീഷിന്റെ ഗെയിം കൊള്ളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അനീഷ് നല്ലൊരു അടിപൊളി ഗെയിമറാണ്. തന്റെ വ്യക്തി ഒരു ഐഡന്റിറ്റി ഈ ഗെയിമിലൂടെ തന്നെ ഒരു സാധാരണ കോമണറായിട്ട് വന്നിട്ട് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിനകത്ത് ദ ബെസ്റ്റ് കോമണർ എന്നുള്ളൊരു പദവി വെറും വിത്തിൻ 3-4 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് അനീഷ്. അനീഷ് നല്ല ഗെയിം പ്ലാൻ ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് അനീഷ് മുന്നോട്ട് പോകും, അത് ഉറപ്പാണ്. പക്ഷെ അനീഷിനോടുള്ളൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാല്, ഇപ്പൊ ലാലേട്ടൻ തന്നെ അതിനകത്ത് പറഞ്ഞു, ഒരാളുടെ പേഴ്സണൽ ലൈഫിനകത്ത് കയറുന്നതിന് നമുക്ക് പരിധിയുണ്ട്. ഇപ്പൊ അനീഷ് ഡിവോഴ്സ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ ഡിവോഴ്സ് ആയി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞങ്ങളെ തീർത്തു തന്നോ, അല്ലെങ്കിൽ ആരുടെ കുഴപ്പം, എന്ത് കുഴപ്പം എന്നൊന്നും ചോദിച്ചാൽ അവിടെ ആരും അനീഷിനെ ചോദ്യം ചെയ്തതായിട്ടോ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് പോലും നമ്മളാരും കേട്ടിട്ടില്ല. അവർക്കൊക്കെ വേണമെങ്കിൽ പറയാലോ, എന്തു പറയാ, നിങ്ങളെ വിട്ടിട്ട് പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഏതൊക്കെ രീതിയിൽ പ്രവോക്ക് ചെയ്യാം. അവരൊന്നും അനീഷിനോട് അങ്ങനെ ആ രീതിയിലോട്ടുള്ള ഒരു പെരുമാറ്റം നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും അനീഷിന്റെ ഈ ഒരു പെരുമാറ്റം എന്നെ സംബന്ധിച്ച്, കാരണം ആദില എന്ന് പറയുന്ന ആള് വളരെ ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്ന് പറഞ്ഞാൽ അത്ര വളരെ ഇമോഷണലാണ്. നൂറ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് അതിലൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിനകത്ത് ഈ വരുന്ന സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും എല്ലാം LGBT ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരെയും കാണേണ്ടി വരും. പക്ഷെ അവരുടെ പേഴ്സണൽ വേദനകളെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് അനീഷ് ഈ ചെയ്ത പ്രവൃത്തിയോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. അതിലൂറേനോടുള്ളൊരു വിയോജിപ്പല്ല, അവരെടുക്കണം എന്ന് എനിക്ക് വിചാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. ഈ ലോകത്തിന് മുന്നിൽ നിങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, നല്ല വശങ്ങൾ ഏറ്റവും നല്ല രീതിയിനകത്ത് ജനങ്ങളോട്ട് എത്തിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ. വീണ്ടും ഒരടുത്ത വീഡിയോ ആയിട്ട് കാണാം.